രാജോചിതമായിരിക്കുന്ന ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ആഹാരം, ആയുധങ്ങൾ, സൈന്യം എല്ലാം കൊടുത്ത് ഭഗവാൻ അവരെ പറഞ്ഞു വിട്ടു. എന്നിട്ട് പറഞ്ഞു, രാജസൂയാഗത്തിന് നിങ്ങളെല്ലാവരും വരണം, നിങ്ങളെല്ലാവരും യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കെയർ ഓഫിൽ ഞാൻ ക്ഷണിക്കുകയാണ്, ഞാനാണ് ചെയർമാൻ, നിങ്ങളെല്ലാവരും വരണം. അങ്ങനെ രാജസൂയാഗത്തിൻ്റെ വേദിയിലെത്തി അനേകായിരം, പതിനായിരക്കണക്കിന് ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാർ, വൈശമ്പായനൻ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, കണ്വൻ, അസിതൻ, പരശുരാമൻ, അകൃതവർണൻ, പതിനായിരക്കണക്കിന് മഹർഷിമാർ, ക്ഷണിക്കപ്പെട്ട അതിഥികൾ, ഭീഷ്മര്, ദ്രോണര്, ശല്യര്, കൃപര്, അശ്വത്ഥാമാവ്, ബ്രാഹ്മണ സംഘങ്ങൾ വേറെ, ഗുരുക്കന്മാർ, പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് VVIPസിൻ്റെ നിര. 18 മാസം, 1.5 കൊല്ലം നീണ്ടു നിൽക്കുന്ന യാഗമാണ്. ഈ യാഗത്തിൽ ആരെയാണ് അഗ്രപൂജ കൊടുക്കേണ്ടത്? കാല് കഴുകിച്ച് പൂജ ചെയ്യാൻ ഒരാൾക്കേ പറ്റുള്ളൂ. ഗുരുക്കന്മാരുണ്ട്, മഹർഷിമാരുണ്ട്, ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ട്, ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാരുണ്ട്. ഇതിൽ ആരെ സ്വീകരിക്കണം? അപ്പോഴാണ് ഭഗവാൻ ചില സബ് കമ്മിറ്റി ഉണ്ടാക്കി. ഭീമോ മഹാനസാധ്യക്ഷ, ഭീമസേനനാണ് അടുക്കളയുടെ ചുമതലക്കാരൻ. 2 കാരണങ്ങൾ കൊണ്ടാണ് ഭഗവാന്റെ സെലക്ഷൻ. ഒന്ന്, എത്ര ആൾക്കാർ വരണേന്ന് നിശ്ചയില്ല. ഭഗവാന്റെ തന്നെ കുടുംബം തന്നെ പറഞ്ഞില്ലേ, ഇവർക്കൊക്കെ ആഹാരം ഉണ്ടാക്കണമെങ്കിൽ, ആ ദഹനപരൽ കയറണമെങ്കിൽ, ഒന്ന് രുചികരമായിട്ടുള്ള ആഹാരം ഉണ്ടാക്കാൻ കഴിവുള്ള ആൾ വേണം. നമുക്ക് കൈ കഴുകി 1 മണിക്ക് അവിടെ ചെന്നിരുന്നിട്ട് പായസത്തിന് ഉപ്പില്ല എന്ന് അഭിപ്രായം പറഞ്ഞ് പോയാൽ മതി. അവിടെ അടുക്കളയിൽ പണിയെടുക്കണമെന്നേ എൻ്റെ വിഷമം അറിയുള്ളൂ, അല്ലേ? ഇത്രയും ആൾക്കാർക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ നമുക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ്. അപ്പോൾ രുചിയായിട്ട് ആഹാരം കഴിക്കാനായിട്ട് ഉള്ള ആൾ ഭീമോ മഹാനസാധ്യക്ഷ. ധനാധ്യക്ഷ സുയോധന. ആ സുയോധനാണ് സമ്പത്തിൻ്റെ കാര്യം കൊടുത്തത്. അപ്പോൾ ഭീമസേനൻ ഒരു ദിവസം പകച്ച് ഓടി വന്നു അത്രേ ഭഗവാൻ. എൻ്റെ കൃഷ്ണ, എത്ര ആൾക്കാരാണ് വരണേ? സപ്താഹത്തിന് 75 ആൾക്കാർ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ആഹാരം തയ്യാറാക്കിയത്. നോക്കിയപ്പോൾ 400 പേരാ. പകച്ചു പോകില്ലേ? ഭീമസേനൻ പറഞ്ഞു, എന്താണ് മാർഗം? ഇനി പാത്രങ്ങളൊന്നും കാണാനില്ല. ഭഗവാൻ പറഞ്ഞു, പാത്രങ്ങളുള്ള സ്ഥലം ഞാൻ പറഞ്ഞുതരാം, എനിക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല. അവിടെ ഭാരതത്തിൻ്റെ ദക്ഷിണ മുനമ്പിൽ ശ്രീലങ്ക എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ 600 കുടം മദ്യവും 600 കുടം മാംസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. 6 മാസം ഉറക്കം, 6 മാസം ഉണർച്ച. ആ വിദ്വാൻ മരിച്ചതിന് ശേഷം ആ പാത്രങ്ങളൊക്കെ കമത്തി വെച്ചേക്കുക. ഉപകാരപ്പെടില്ല. പാത്രം കൊണ്ടുവരാനൊന്നും എനിക്ക് പറ്റില്ല, സംഘടിപ്പിച്ചോളൂ. ഭീമസേന തൻ്റെ പുത്രൻ ഘടോത്കചനെ ധ്യാനിച്ചുത്രേ. രാക്ഷസന. ഒരു കാല് ജാഫ്നയിലും ഒരു കാല് ന്യൂഡൽഹിയിലും കുത്തിയിട്ട് പാത്രങ്ങളെടുത്തു, തെക്കൻ സമുദ്രത്തിൽ അങ്ങോട്ട് കഴുകി അടുപ്പത്ത് കൊണ്ടുവച്ചു. അച്ഛനും മകനും കൂടിയുള്ള ദഹനം കേമായി. ഘടോത്കചനെ പാചകത്തിൽ ഏൽപ്പിച്ച ശ്ലോകം ഏതാ തമ്പുരാനെന്ന് ചോദിക്കരുത്. ഇതൊന്നും ഭാഗവതത്തിലില്ല. അനേക സജ്ജനങ്ങൾ പറയുന്ന കേട്ടത് നേരം പോക്കിന് വേണ്ടി പറഞ്ഞത്, അവിസ്മരിക്കുകയല്ലേ, അതുകൊണ്ട് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ശ്ലോകമൊന്നുമില്ല. ഭക്തി കൊണ്ട്, മനോധർമ്മം കൊണ്ട് ഓരോ ആചാര്യന്മാർ പറയുന്നത് കേട്ടത് നേരം പോക്കിന് വേണ്ടി പറഞ്ഞതാണ്. ധനാധ്യക്ഷ സുയോധന. സുയോധനൻ ശ്രീമാനാണ്, എത്ര സമ്പത്ത് കണ്ടാലും മതിയാവില്ല. കർണനാണ് ദാനം ചെയ്യാൻ. ദുര്യോധനൻ വാരിയെടുക്കും, കർണൻ്റെ കൈ കൊടുക്കും. കർണൻ കൊടുക്കുക. എന്ത് കൊടുക്കണം? സാധാരണ മമ പാപം വ്യബോഹതു എന്ന് പറഞ്ഞാണ് കൊടുക്കേണ്ടത് എന്നാണ്. ഇത് കർണൻ എവിടെയെങ്കിലും നശിച്ചു പോണേ, യുധിഷ്ഠിരൻ നശിച്ചു പോണേ എന്ന് പറഞ്ഞാൽ 10 പണം കിട്ടുമെന്ന് പറഞ്ഞാൽ 10,000 പണം ആ കയ്യിൽ വീണ് വൈകുന്നേരം ആകുമ്പോഴേക്കും കാലിയാവും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ 16,108 ലക്ഷ്മിമാരുമായിട്ട് ഒരു വിദ്വാൻ അവിടെ വന്നിട്ടുണ്ട്. അതിൽ ഒരു ലക്ഷ്മിയുടെ ഒരു വാനിറ്റി ബാഗിലെ ഒരു കളറയിലെ ഒരു പേഴ്സിലെ പൈസ വേണ്ട രാജസൂയാഗം പോലെ 108 നടത്താൻ. ലക്ഷ്മിപതിയായിട്ടുള്ള ഭഗവാനുള്ളപ്പോൾ പിന്നെ എന്തിനെങ്കിലും പഞ്ഞുണ്ടോ? ഒന്നിനും പഞ്ഞുണ്ടാവില്ല. ഭഗവാൻ വിചാരിച്ചോ നമ്മുടെ സപ്താഹം എന്ന രാജസൂയം അതിഗംഭീരമായിട്ട് നടക്കും, ഒരു കുഴപ്പമില്ല. ഭഗവാൻ അനുഗ്രഹം ഇല്ലെങ്കിലോ ഒന്നും നടക്കൂല. വില്വമംഗല സ്വാമിയാർ പറഞ്ഞ പോലെ ത്വയി പ്രസന്നേ മമ കിങ്കുണേന ത്വയി അപ്രസന്നേ മമ കിങ്കുണേന, അത്രയേ ഉള്ളൂ. അങ്ങനെ ഭഗവാന്റെ നേതൃത്വത്തിൽ എല്ലാം ഗംഭീരായി. നകുലോ ദ്രവ്യസാധനേ. നകുലനാണ് പലചരക്ക് പച്ചക്കറിയൊക്കെ സംഘടിപ്പിക്കാൻ. സഹദേവസ്തു പൂജായാം. സഹദേവനാണ് പൂജാകാര്യങ്ങൾക്ക്. അങ്ങനെ ഓരോരുത്തരെ സബ് കമ്മിറ്റി ഉണ്ടാക്കി. ഗുരു ശുശ്രൂഷണേ ജിഷ്ണു. ഗുരുക്കന്മാരെ പൂജിക്കാൻ അർജുനനാണ്. അതിഥികളെ സ്വീകരിക്കാൻ പാഞ്ചാലിയാണ്. ഇങ്ങനെ കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചോ, കൃഷ്ണ തനിക്കെന്താ പണി? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ മെയിൻ എൻട്രൻസിൽ നിന്നോളാം, കമണ്ടലുമായിട്ട് വരുന്ന ആൾക്കാരെ മുഴുവൻ കാല് കഴിയുക, റിസപ്ഷൻ കമ്മിറ്റി ഞാൻ ഏറ്റു. പട്ടേരിപ്പാട് പറയുക, യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഭാഗ്യോന്നതി ചിന്തിച്ചു നോക്കൂ. ഭഗവാൻ ഗുരുവായൂരപ്പൻ കാല് കഴിയിക്കാൻ നിൽക്കണോ മുമ്പിൽ? പിന്നെ രാജസൂയം ഗംഭീരമാവുമെന്നും പറയണോ?